Good morning, students. നമുക്ക് ഇന്റഗ്രേഷനിലെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് 3x² into x³ + 1 whole raised to 10 dx. ഇവിടെ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കണം. ഇന്റഗ്രേഷനിലെ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ടീമിന് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കില്ല, മറിച്ച് ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷനിലെ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ വിവിധങ്ങളായ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ആ മെത്തേഡുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഏത് മെത്തേഡാണ് ഏറ്റവും ആപ്റ്റ് മെത്തേഡ്, ഏറ്റവും സൂട്ടബിൾ മെത്തേഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇന്റഗ്രൽ ഓഫ് 3x² into x³ + 1 whole raised to 10 dx ആണ്. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനെ, ഈ ഫംഗ്ഷനെ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യണം. എക്സിൽ നിന്നാണ് പേര് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എക്സ് വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്സ് എന്നുള്ള വേരിയബിളിനെ നമ്മൾ മറ്റൊരു വേരിയബിളിലോട്ട് കൺവെർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ x³ + 1 എന്നുള്ളത് x³ + 1 എന്നുള്ളത് t എന്ന് എടുക്കാം. x³ + 1 എന്നുള്ളത് t എന്ന് എടുത്താൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? 3x² dx. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? dt. കണ്ടോ? അപ്പൊ ഇവിടെ 3x² dx എന്ന സംഭവം വരും. അപ്പൊ ഇവിടെ നമ്മള് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² dx = dt. ഇനി എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തില് ഇന്റഗ്രൽ ഓഫ് 3x² into x³ + 1 whole raised to 10 dx ആണ്. ഇവിടെ ഈ 3x² dx പകരം dt എന്ന് കൊടുക്കാം, x³ + 1 എന്ത് കൊടുക്കാം? t എന്ന് കൊടുക്കാം. അപ്പൊ t raised to 10, ഇവിടെ 3x² dx പകരം dt. കണ്ടോ? ഈ ഒരു പ്രോബ്ലം t എന്ന വേരിയബിളിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തപ്പോ അത് വളരെ സിമ്പിൾ ആയിട്ട് മാറി. ഇന്റഗ്രൽ ഓഫ് 3 raised to 10 dt ആയി. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം നോക്കി? t raised to 11 divided by 11. ഇനി t raised to 11 എന്ന് പറഞ്ഞാൽ t എന്ന് പറഞ്ഞാൽ എന്താണ്? x³ + 1 ആണ്. x³ + 1 whole raised to 11 by 11 plus. ഇത് ഓപ്ഷൻ ഏതാ നോക്കിയേ? ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A is the correct answer. അപ്പൊ x³ + 1 whole raised to 11 by 11 plus 6. ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? x³ + 1 t എന്ന് കൊടുത്തു. x³ + 1 t എന്ന് കൊടുത്തു കഴിയുമ്പോൾ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3x² dx എന്ന് കിട്ടി. 3x² dx എന്താണ്? dt ആണ്. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ടിയിലോട്ട് കൺവെർട്ട് ആകുമ്പോൾ വളരെ സിമ്പിൾ ഫംഗ്ഷൻ ആയിട്ട് മാറി. ഇന്റഗ്രൽ ഓഫ് t raised to 10 dt. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. ഏത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഉപയോഗിച്ചത്? ഇന്റഗ്രൽ ഓഫ് x raised to n dx എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to n + 1 by n + 1. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? t raised to 11 by 11. t എന്ന് പറഞ്ഞാൽ എന്താണ്? x³ + 1 whole raised to 11 by 11 plus. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് 2x plus sin 2x divided by 1 plus cos 2x. ഇതിന്റെ ആൻസേഴ്സ് ഏതൊക്കെ നോക്കാം. ഓപ്ഷൻ A x² sec x plus c. ഓപ്ഷൻ B x plus tan x plus c. ഓപ്ഷൻ C x² tan x plus c. D x sec x plus c. x tan x plus c. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം
മുൻ വർഷങ്ങളിലെ കീമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് 2x plus sin 2x by 1 plus cos 2x dx. ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, കറക്റ്റ് ആൻസർ ഏതാന്ന് പറയണം. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ ഓഫ് ഈ 1 plus cos 2x, നമുക്കൊരു ഫോർമുല എന്താണ്? 1 plus cos 2x എന്ന് പറഞ്ഞാൽ 2 cos square x എന്നാണ്. ഈ ഫോർമുല നോക്കുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. നമ്മള് +1 ക്ലാസ്സില് ട്രിഗണോമെട്രി പഠിച്ചപ്പോ നമ്മൾ പഠിച്ച ഫോർമുലയാണ് 1 plus cos 2x എന്ന് പറഞ്ഞാൽ 2 cos square x. ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 2x plus sin 2x. sin 2x നമുക്ക് എങ്ങനെ എഴുതാം? sin 2x നെ 2 sin x cos x എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെ 1 plus cos 2x നെ എങ്ങനെ എഴുതാം? 2 cos square x എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് രണ്ടായിട്ട് നമ്മൾ പാർട്ട് ചെയ്യാണ്. അപ്പൊ 2x ഡിവൈഡഡ് ബൈ 2 cos square x dx പ്ലസ് ഇവിടെ 2 sin x cos x divided by 2 cos square x. ഈ 2 ക്യാൻസൽ ചെയ്തു. 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇവിടെയും 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1 by cos square x എന്ന് പറഞ്ഞാൽ എന്താണ്? sec square x ആണ്. അപ്പൊ x into sec square x പ്ലസ് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? sin x by cos x എങ്ങനെ എഴുതാം? sin x ഒരു cos x വെട്ടിക്കളയും. ഒരു cos x നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ sin x by cos x എന്ന് പറഞ്ഞാൽ എന്താണ്? That is equal to integral of tan x. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ഇന്റഗ്രൽ ഓഫ് x sec square x നെ ആദ്യം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് x sec square x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വരുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു x ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? sec square x ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്? d by dx of tan x. d by dx of tan x എന്ന് പറഞ്ഞാൽ എന്താണ്? d by dx of tan x എന്ന് പറഞ്ഞാൽ sec square x ആണ്. ഇന്റഗ്രൽ ഓഫ് sec square x dx എന്തായിരിക്കും? tan x. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? tan x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 into integral of second എന്താണ്? tan x plus integral of tan x. ഇതിൽ tan x dx ഇന്റഗ്രൽ tan x dx കൂടി കട്ടായി. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? x tan x plus c. x tan x plus c എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ഇ ആണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഏതാണ്? ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചു. എങ്ങനെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചു? 1 plus cos 2x ന് ഞാൻ എന്ത് കൊടുത്തു? 2 cos square x എന്ന് കൊടുത്തു. 1 plus cos 2x ന് എന്ത് കൊടുത്തു? 2 cos square x എന്ന്. അങ്ങനെ കൊടുത്തതിന് ശേഷം രണ്ടായിട്ട് തന്നെ മാറ്റിയപ്പോ നമുക്ക് ആദ്യത്തെ ടൈം എന്ത് കിട്ടി? ഇന്റഗ്രൽ ഓഫ് x into sec square x dx എന്ന് കിട്ടി. രണ്ടാമത്തെ ടൈം എന്ത് കിട്ടി? ഇന്റഗ്രൽ ഓഫ് tan x dx എന്ന് കിട്ടി. രണ്ടാമത്തെ ടൈമിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഒന്നാമത്തെ ടൈമിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ ഏത് റിസൾട്ട് ഉപയോഗിക്കുന്നു? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ x ആണ്. x ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? tan x ആണ്. അപ്പൊ x ഇൻടു tan x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x ന്റെ ഡെറിവേറ്റീവ് 1 tan x dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് tan x dx. ഈ tan x dx tan x dx കട്ടാക്കി കളയുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? x tan x plus c. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. മൂന്നാമത്തെ പ്രോബ്ലം. ഇന്റഗ്രൽ ഓഫ് 1 by x square minus 25 dx. ഇതിന്റെ ഓപ്ഷൻസ് log
mod x minus 5 by x plus 5 plus c. B. Log mod x plus 5 by x minus 5 plus c. Option C. 1 by 5 log mod x minus 5 by x plus 5 plus c. Option B. 1 by 10 log mod x minus 5 by x plus 5 plus c. Option E. 1 by 5 log mod x plus 5 by x minus 5 plus c. ഇതാണ് 5 ഓപ്ഷൻസ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇന്റഗ്രൽ ഓഫ് 1 by x square minus 25 dx. ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കണം. ഇവിടെ നമ്മൾ ഒരു ഫോർമുല, സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ആ ഫോർമുല ഇതാണ്: ഇന്റഗ്രൽ 1 by x square minus a square dx. ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് 1 by x square minus dx എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ഇതാണ്: 1 by 2a log mod x minus a by x plus a plus. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്റഗ്രൽ, ഈ ഫോർമുല ഇതാണ്: ഇന്റഗ്രൽ ഓഫ് 1 by x square minus a square dx എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 by 2a log mod x minus a by x plus a plus c. ആ ഫോർമുലയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? 1 by x square minus 5. 25 നമുക്ക് എങ്ങനെ എഴുതാം? 5 square. 1 by x square minus 5 square dx. ഇനി നമ്മൾ ഈ ഫോർമുല കൊടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, എയുടെ സ്ഥാനത്ത് എന്താണ്? 5 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 1 by 2a. അപ്പൊ 1 by 10 log mod x minus 5 divided by x plus 5 plus. ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 1 by 10 log mod x minus 5 by x plus 5 plus c. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഇന്റഗ്രൽ ഓഫ് 1 by x square minus a square dx എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 2a 1 by 2a log mod x minus a by x plus a plus c. ആ ഫോർമുല അറിയാമെങ്കിൽ ആ ഫോർമുലയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. x എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? 1 by 10 log mod x minus 5 by x plus 5 plus c. ഇത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.